ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന ഡ്രാമയുടെ 3rd എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സ് കാണാത്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇതിലേക്ക് വരിക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ സാങ്ങിൻ്റെയും ഇഫാൻ്റെയും സ്കൂൾ ലൈഫാണ്. ഇന്ന് അവരുടെ ലാസ്റ്റ് ഡേ ആണ്. ഇതേ സമയം അവിടെ കറണ്ട് പോകും. അതേ സമയത്ത് തന്നെ ഇഫാനെ നോക്കുകയാണെങ്കിൽ അവൾ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് നിലാവും നക്ഷത്രങ്ങളൊക്കെ ആകാശത്തേക്ക് നോക്കി അവൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരെല്ലാവരും അവളെ കണ്ട് പേടിക്കും. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവൾ പ്രേതാണെന്നൊക്കെ പറയും. ഇതേ സമയം ഇതൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ സാങ്ങിൻ്റെ വരവ്. അവനാണെങ്കിൽ അപ്പം തന്നെ അവരുടെയൊക്കെ വായ അടുപ്പിക്കും. എന്നിട്ട് അവളെടുത്ത് പോയിട്ട് അവളെങ്ങനെ അടിമേറിയും. ഈ സമയത്ത് ഹാൻ അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവളുടെ അടുത്ത് ക്രഷ് അല്ലേന്ന്. പിന്നെ കാണുന്ന ഇഫാനും സാങ്ങും കൂടി നടന്നു പോകുന്നതാണ്. ഇതേ സമയം സാങ് ഇഫാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെ ആലോചിക്കുന്നതെന്ന്. അപ്പോൾ ഇഫാൻ പറയുന്നുണ്ട്, ഞാൻ ഹാൻ പറഞ്ഞതാണ് ആലോചിക്കുന്നതെന്ന്. അപ്പോൾ അവൻ ചോദിക്കും, നീ അത് കേട്ടോന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞാൻ കേട്ട്. അപ്പോൾ അവൻ പറയും, അവൻ എന്തോ വായ തോന്നി വിളിച്ചാൽ നീ അത് മൈൻഡ് ചെയ്യണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവളെ തന്നെ അവൻ ഇങ്ങനെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഇതേ സമയം നിലാവ് നക്ഷത്രമാണ് നമ്മുടെ ഇഫാൻ ഇങ്ങനെ നോക്കുന്നത്. അതേസമയം അവൻ പറയും, അങ്ങനെയല്ല, ഈ മെത്തേഡ് കൂടെ നോക്കുന്നതെന്ന് അവൻ വേറൊരു മെത്തേഡ് കാണിച്ചു കൊടുക്കും. ഇതേ സമയം അവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നോക്കും. ആ സമയത്തും സാങ് ഇങ്ങനെ അവളെ തന്നെ നോക്കും. പിന്നീട് ഈ സീൻ കഴിഞ്ഞ് പിന്നീട് 8 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ പ്രസൻറ്റ് സീനിലേക്കാണ് വരുന്നത്. വീഡിയോ കണ്ടു നിൽക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. പ്രസൻറ്റ് സീനിൽ കാണുമ്പോൾ നമ്മുടെ ഇഫാൻ ഇങ്ങനെ അവളുടെ ലഗേജും എല്ലാം പാക്ക് ചെയ്തിട്ട് ഇവളുടെ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഇതുവരെ അവളുടെ റൂംമേറ്റിൻ്റെ അടുത്ത് ഇന്ന് വെക്കേറ്റ് ചെയ്ത് വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് റൂംമേറ്റ് അവിടെ ഇല്ല, അവളുടെ കയ്യിൽ കീയും ഇല്ല. ഇതേ സമയം റൂംമേറ്റ് ഇങ്ങനെ ഡ്രഗ്സ് ഒക്കെ കുടിച്ച് ഇങ്ങനെ ആടി ആടി വരുന്നുണ്ട്. ആ സമയത്ത് റൂംമേറ്റ് ഇവിടെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ? ആ സമയത്ത് ഇഫാൻ പറയുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ കാരണം ആ റൂമിൽ നിന്ന് ഇന്ന് എന്നെ വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു, കുറച്ച് എമർജൻസി ഉണ്ടായിരുന്നു എന്ന് പറയും. ഇതേ സമയം റൂംമേറ്റ് പറയും, സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് നമ്മുടെ ഇഫാനെ ഇൻവൈറ്റ് ചെയ്യും. ഇതേ സമയം തന്നെ നമ്മുടെ റൂംമേറ്റ് അവളുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നിന്നോട് പറയാൻ മറന്നു പോയതാണ്, ഇവിടെ പൂച്ചകളെ അലൗഡ് ചെയ്യില്ല, എനിക്ക് പൂച്ചകളെ പറ്റില്ല, എനിക്ക് അലർജിയാണെന്ന്. ഇഫാൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇതിനെ കൊണ്ട് നടന്നോളാന്ന്. ഇതേ സമയം അവൾ പറയും, ഇല്ലല്ല പറ്റില്ല, കാരണം ഇവിടെയൊക്കെ അതിൻ്റെ രോമം വന്നാൽ എനിക്ക് അലർജി ആവും, അപ്പം തന്നെ എനിക്ക് ചൊറിച്ചിൽ വരും എന്ന് പറയും. ഇതേ സമയം ഇഫാൻ ഇങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു. ആ സമയത്ത് തന്നെ റൂംമേറ്റ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് അതിനെ നീ പൂട്ടി നിൻ്റെ റൂമിൽ തന്നെ വെച്ചാൽ മതി, ഇന്നൊരു ദിവസം അതിവിടെ നിന്നോട്ടെ, നാളെ നീ അത് നിൻ്റെ ഫ്രണ്ടിൻ്റെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയും. ഈ സമയത്ത് തന്നെ റൂംമേറ്റ് ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ഇതേ സമയത്ത് ഇഫാൻ പറയുന്നുണ്ട്, അത് പിന്നെ എന്നെ സാങ് ആണ് ഇങ്ങോട്ട് ഇറക്കിയെന്ന്. അപ്പോൾ അവൾ പറയും, അവൻ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ, നീ ഒന്ന് എന്തായാലും സൂക്ഷിച്ചോ, ഇനി അവൻ്റെ കൂടെ ഒന്നും പോകാൻ നിൽക്കണ്ട, അവന് നിന്നോട് പ്രതികാരം തീർക്കായിരിക്കും. അവൻ സ്കൂൾ ടൈമിൽ നിൻ്റെ പുറകെ കുറേ നടന്നാലേ ഇപ്പം അവൻ അവൻ്റെ പുറകെ നടത്തായിരിക്കും. എനിക്ക് കുറേ ആണുങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ്, ഞാൻ പറയുന്നത് നീ കേട്ടോ എന്ന് പറയും. പിന്നെ കാണിക്കുന്ന അടുത്ത ദിവസം കേട്ടോ. ഇതേ സമയം നമ്മുടെ ഇഫാനൊക്കെ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. അതേ സമയം തന്നെ അവളുടെ റൂംമേറ്റിന് വേറൊരു പുതിയ കാമുകം വന്നിട്ട് അവനെ അടിപൊളി കാറിൽ അവളിങ്ങനെ ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവൾ അവൻ്റെ കൂടെ കയറി പോകുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഫാൻ്റെ പൂച്ചനെ വാങ്ങാൻ വേണ്ടിയിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവളെ ഏൽപ്പിക്കാനാണ് നമ്മുടെ ഇഫാൻ വിചാരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ റൂംമേറ്റ് ആണെങ്കിൽ അവിടുന്ന് മുട്ട മയക്കായിരിക്കും അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടുമായിട്ട്. അവളിങ്ങനെ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു വക്കിലാണ് നിൽക്കുന്നത്. അവൾക്കാണെങ്കിൽ ഇവനെ നന്നായിട്ട് മടുത്തിട്ടുണ്ട്. അവൾക്ക് പുതിയൊരുത്തനും സെറ്റായി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവനെങ്ങനെങ്കിലും ഒഴിവാക്കാനാണ് അവൾ നോക്കുന്നത്. അവനാണെങ്കിൽ എങ്ങനെങ്കിലും മാച്ചപ്പ് ആവാൻ വേണ്ടിയിട്ടും. ഇതേ സമയം ഇവർ രണ്ടാളും വൈകിട്ട് അവൻ ലാസ്റ്റ് അവൻ കൊടുത്ത ബാഗിൻ്റെ കണക്കിലെത്തുന്നുണ്ട്. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, നീ വാങ്ങി തന്ന എല്ലാ സാധനവും ഇവിടെ തന്നെയുണ്ട്, നീ അതെല്ലാം വന്ന് എടുത്തോ, എനിക്ക് നിൻ്റെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ അവളിങ്ങനെ ഇഫാനെ വിളിക്കുന്നുണ്ട്. ഇഫാനെ വിളിച്ചിട്ട് റൂംമേറ്റ് പറയും, എനിക്കിപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് കൊറിയറിൽ അയക്കാനുണ്ട്, നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമോ ചോദിക്കും. ഇതേ സമയം ഇഫാൻ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടെന്ന് പറയും. ഇതേ സമയം ഫ്രണ്ട് വന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇത് ഏറ്റെടുക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ ഫ്രണ്ടിന് ഇങ്ങനത്തെ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ട്, ഇങ്ങനെ കൊറിയറായിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത്. ഇതിന്ന് ചെറിയൊരു പോക്കറ്റ് മണിയും നമ്മുടെ ഫ്രണ്ട് വാങ്ങുന്നുണ്ട്. അവളിത് ഡീൽ ചെയ്തതിന് ശേഷം ഇതേ സമയം അവിടെ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടാവും. ചെന്ന് നോക്കുമ്പോൾ ഹാൻ ആയിരിക്കും. ഇതേ സമയം റൂംമേറ്റിൻ്റെ അടുത്ത് ഇഫാൻ പറയുന്നുണ്ട്, നിൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന്. അതേസമയം അവൾ പറയും, നീ അവിടെ തന്നെ നിന്നോ, ഇങ്ങോട്ട് അടുത്ത് പോയത്, ഇതാ നിൻ്റെ എല്ലാ സാധനവും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് പോയിക്കോ, എനിക്കൊന്നും വേണ്ടാന്ന് പറയും. ഇതേ സമയം അവനിങ്ങനെ ഇവളുമായിട്ട് മാച്ചപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതേ സമയം ഫ്രണ്ട് പറയുന്നുണ്ട്, ഇല്ലല്ല പറ്റില്ല, അതിൻ്റെ വർക്കിൻ്റെ പ്രശ്നമാണ്, എന്തായാലും ഓർഡർ കൺഫേം ആയി പോയില്ലേ, നിങ്ങളെ ഫോണിലേക്ക് വന്ന OTP ഒന്ന് പറയുമെന്ന് ചോദിക്കും. ഇതേ സമയം അവനാണെങ്കിൽ ഇവളൊന്നും മൈൻഡ് ചെയ്യാണ്ട് റൂംമേറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവളുമായിട്ട് മാച്ചപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് വട്ടം പറയുന്നുണ്ട്. ഇതേ സമയം റൂംമേറ്റ് ആണെങ്കിൽ ഒരു രീതിയിൽ അടുക്കുന്നില്ല. ഇതേ സമയം അവൻ ഭയങ്കര സിൻസിയറായിട്ട് അവൻ്റെ ഇഷ്ടം അവളുടെ അടുത്ത് തുറന്ന്
പറയുന്നുണ്ട്. എന്നിട്ടും റൂംമേറ്റ് ഒരു തരത്തിൽ അടുക്കാണ്ട് നിൽക്കുമ്പോൾ ഇത് കേട്ടിട്ട് ഇഫാനും അവളുടെ ഫ്രണ്ടിനും വരെ ഭയങ്കര ഒരു സങ്കടം വരുന്നുണ്ട്. അവൻ അത്രയും സിൻസിയറായിട്ട് പറഞ്ഞിട്ടും ഇവൾ ഒട്ടും അടുക്കുന്നില്ല. എന്നിട്ട് അവൻ തിരിച്ചു പോകാൻ നേരത്ത് ഇവൾക്ക് OTP പറഞ്ഞു കൊടുത്തിട്ട് ഇവളോട് പറയും നീ ഇതെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട, എവിടേക്കെങ്കിലും വലിച്ചെറിഞ്ഞോ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. അടുത്ത സീനിൽ കാണിക്കുന്ന ഇവരുടെ ഓഫീസാണ് കേട്ടോ. ഇതേ സമയം അവിടെ ഫുൾ ചർച്ചാ വിഷയമാണ് നമ്മുടെ റൂംമേറ്റിൻ്റെയും അവളുടെ പുതിയ പുതിയ ഓരോരോ കാമുകന്മാരുടെയും കാര്യങ്ങൾ. ഓരോരോ കൊളീഗ്സ് വന്നിട്ട് നമ്മുടെ ഇഫാൻ്റെ അടുത്ത് പറയാണ് ഇന്ന് കണ്ട് അവൾ ഫെറാറിൻ്റെ കാറിലാണ് വന്ന് ഇറങ്ങി പോയതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവളെ പറ്റി ഗോസിപ്പ് ഇറക്കാണ്. എന്നാലും നമ്മുടെ ഇഫാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയെങ്കിലും ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല. അവളെ പറ്റി ഒരു ഗോസിപ്പ് അവിടെ പറയുന്നില്ല. ഇതേ സമയം നമ്മുടെ ഇഫാൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അവളുടെ ഫോണിലേക്ക് വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവളുടെ റൂം വെക്കേറ്റ് ചെയ്ത് പോയ അവിടുത്തെ ഓണർ ആ റൂമിന്റെ കീ ആണ് ഇവളോട് ചോദിക്കുന്നത്. ഇതേ സമയം അവൾ പറയുന്നുണ്ട് ഞാനത് ഇന്ന് തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരാമെന്ന്. ഈ സമയത്താണ് അവൾ ആലോചിക്കുന്നത് ആ റൂമിന്റെ കീ ഞാൻ ഇതുവരെ പിന്നീട് കണ്ടിട്ടില്ലല്ലോ, അതെവിടെ പോയി നോക്കി അവൾ ഇങ്ങനെ അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ അവളുടെ ഫോണിലേക്ക് സാങ്ങിന്റെ മെസ്സേജ് വരുന്നുണ്ടാവും. സാങ്ങിന്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരു കീൻ്റെ ഫോട്ടോ അയച്ചിട്ട് അവളുടെ അടുത്ത് പറയും നീ ഈ കീ മനഃപൂർവ്വം എൻ്റെ കാറിൽ മറന്ന് വെച്ചാലേ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് നീ മനഃപൂർവ്വം വെച്ചാന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഇതേ സമയം ഇഫാൻ ആണെങ്കിൽ ഈ മെസ്സേജ് കാണാൻ തന്നെ ഞെട്ടും. കാരണം അവൾ പോലും അറിഞ്ഞിട്ടില്ല ആ കീ അവൻ്റെ കയ്യിലാണുള്ളത്. എന്നിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവൻ എനിക്ക് ഇത് ആദ്യം തന്നില്ല എന്ന്. എന്നിട്ട് അവന് മെസ്സേജ് അയക്കുന്നുണ്ട് സോറി നിന്നെ ബോധർ ചെയ്തതിന്, എന്തായാലും നീ ഇന്ന് ഫ്രീ ആവുന്ന സമയത്ത് അതൊന്നും എനിക്ക് തരണം, അതെനിക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഇഫാൻ ഇവളുടെ കൊളീഗ്സിനെ വിളിക്കുന്നുണ്ട്, അവർക്കൊരു ഡിന്നർ വാങ്ങി തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്ന ഇഫാനും സാങ്ങും ഇങ്ങനെ കഫേയിൽ നിൽക്കുന്നതാണ്. ഇതേ സമയം ഇവളുടെ കൊളീഗ്സ് പറയുന്നുണ്ട് ഇതൊരു ഫുഡിന് വേണ്ടിയാണെന്ന് തോന്നുന്നില്ല, ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ ഗോസി പെറുക്കാണ്. ഇതേ സമയം ഇഫാൻ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെ ചെയ്യുന്നത്. ഇവൾക്ക് ഇവനിങ്ങനെ കീ കൊടുത്തതിന് ശേഷം അവളിങ്ങനെ എന്നാൽ ശരി എൻ്റെ കൊളീഗ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് മെല്ലെ തടി തപ്പാൻ നോക്കുകയാണ്. ഇതേ സമയം സാങ്ങിന് ഭയങ്കര സങ്കടമാവുന്നത്. അവനാണെങ്കിൽ ഇവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ. ആ സമയം തന്നെ ഇങ്ങനെ ഇഫാൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഓർമ്മിപ്പിച്ചില്ലായിരുന്നു നിനക്കൊരു ട്രീറ്റ് തരാന്നുള്ള കാര്യമെന്ന്. അപ്പം അവൻ ചോദിക്കുന്നുണ്ട് അല്ല നീ ഇതെപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണോ, ഞാൻ സമ്മതിച്ചില്ലെങ്കിലും നീ ഇത് നിർത്താൻ പോകുന്നില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ആ ഓക്കെ നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ മീറ്റ് ചെയ്യാം, നാളെ തന്നെ ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് പറയും. ഈ സമയം അവൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവരൊരാൾ ഫോണിൽ കോൾ ചെയ്യും. അവന് വന്ന കോൾ എന്താന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിലുള്ള ആള് അങ്ങനെ ലൗഡായിട്ട് പറയുന്നുണ്ട് എടാ നിന്റെ വീട് കത്തി പോകുന്നുണ്ടാ എന്ന് പറയും. ഈ സമയം അവൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ കത്തി പോകുന്നുണ്ടെങ്കിൽ നീ എന്തിനാ എന്നെ വിളിച്ചത്, അല്ല ഫയർഫോഴ്സിനെ വിളിക്കുന്നു പറഞ്ഞിട്ട് അവനെപ്പോൾ തന്നെ ആ കോള് കട്ട് ചെയ്യും. ഈ സമയം ഇത് നമ്മുടെ ഇഫാൻ വരെ കേൾക്കുന്നുണ്ടാവും. അയാൾ അത്രയും സൗണ്ടിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഈ സമയത്ത് തന്നെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇഫാൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയി നോക്കുന്നില്ലേന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് അവിടെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് പറയും. ഈ സമയത്ത് കേട്ടിട്ട് അവൾ പറയുന്നുണ്ട് നിന്റെ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്തിനാന്ന്. അപ്പോൾ അവൾ പറയും ഞാനൊരു റിപ്പോർട്ടറാണ്, എൻ്റെ ചാനലിൽ നിന്ന് അത് എനിക്ക് ആദ്യം മീഡിയയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറയും. ഇതേ സമയം തന്നെ ഇവളിങ്ങനെ ഓഫീസിലേക്ക് ബോസിനെ വിളിക്കുന്ന സമയത്ത് ബോസ് ഇവളുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. കാര്യം ബോസ് അവളുടെ അടുത്ത് പറയുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ നമ്മുടെ ആൾക്കാരെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് അവിടെ പോയിട്ട് ഇതിനെ പറ്റി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇവരിങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് സാങ്ങിനെയും കൂടി കൂട്ടുന്നുണ്ട്. ഇതേ സമയം അവിടെയുള്ള കൊളീഗ്സ് സാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ടെൻഷനൊന്നും ആവണ്ട, നിനക്ക് എന്തായാലും കോമ്പൻസേഷനും നിനക്ക് ഇൻഷുറൻസും എല്ലാം ഞങ്ങൾ വാങ്ങി തരുമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇവരെല്ലാവരും കൂടി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഭയങ്കര തിരക്കും ആൾക്കാരും എല്ലാം കൂടിയിട്ട് ഫയർഫോഴ്സ് എല്ലാം കൂടിയിട്ട് അവിടെ ഇങ്ങനെ തീ അണക്കിയായിരിക്കും. ഇതേ സമയം തന്നെ അവിടെ ഒരു മുത്തപ്പനും മുത്തപ്പയും ഉണ്ടാവും. ഇതേ സമയം അവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ഇഫാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഞങ്ങളിങ്ങനെ റിപ്പോർട്ടറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് ഫ്ലോറിലാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവരിങ്ങനെ 7th ഫ്ലോറിലാണ്, അവർക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല, പക്ഷേ ഇതിന് മുകളിലുള്ള 8th ഫ്ലോറിലുള്ള ഒരു പയ്യൻ അവിടെ ഇങ്ങനെ ഇലക്ട്രിക് ബൈക്ക് ചാർജിലിട്ടതാണ്, ഇതാണ് തീ പിടിക്കാനുള്ള റീസൺ എന്ന്. ഇതേ സമയം അതുകൊണ്ട് തന്നെ 9th ഫ്ലോറിലേക്കാണ് കൂടുതലായിട്ട് പറ്റിയിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് 8th ഫ്ലോറിൽ ആരാണ് താമസിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് നല്ല ഹാൻസം ആയിട്ടുള്ള സാങ് എന്ന പേരുള്ള ഒരു പയ്യനാണെന്ന്. അതേ സമയമാണ് ഇവർക്ക് മനസ്സിലാവുന്നത് സാങ്ങിൻ്റെ ഇലക്ട്രിക് ബൈക്കാണ് ഇങ്ങനെ തീ പിടിച്ചതെന്നുള്ള കാര്യം. ആ സമയം തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഓടിപ്പോയി നമ്മുടെ സാങ്ങിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാണ്. അല്ലല്ല സാറേ എന്താ പറയാനുള്ളത്, എന്ന് നിങ്ങളുടെ വണ്ടി കത്തിപ്പോയില്ലേ, നിങ്ങളുടെ വീടിന് ഇങ്ങനെ പറ്റിയില്ലേ, നിങ്ങൾക്ക് ഇൻഷുറൻസും ക്ലെയിം ചെയ്യേണ്ട എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്. ഇതേ സമയം അവൻ പറയുന്നുണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, എൻ്റെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളും ആ വീട്ടിലില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവൻ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ, എല്ലാവരുടെ അടുത്തും ഇലക്ട്രിക് ബൈക്ക് ചാർജിലിടരുത്, ഇങ്ങനത്തേനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിക്കുന്ന സമയത്ത് അവൻ ഇങ്ങനെ ഇഫാനെ നോക്കിയിട്ട് പറയും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി അല്ലേന്ന് പറഞ്ഞിട്ട് അവന് പോവും.
സംഭവം എന്താ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടാണല്ലോ, ഇവൻ്റെ വീട് ഇങ്ങനെ കത്തിപ്പോയത്. അതവനാണെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതാണ് അവനെങ്കിലും കുത്തി പറഞ്ഞിട്ട് അവിടുന്ന് പോകും. വീഡിയോ കണ്ടു നിൽക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.